ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. വീണ്ടും നിരാശയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രസ്താവനകൾ നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആ ഒരു നിയന്ത്രണം അത് മറികടക്കാൻ നാവികസേനയെ അയക്കണമെന്ന അഭ്യർത്ഥന സഖ്യരാജ്യങ്ങളടക്കം തള്ളിയതിലാണ് ഇത്തരത്തിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ നിരാശ പ്രകടമാക്കിയിരിക്കുന്നതും. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയും കൂടെ നിൽക്കാത്തതിൽ താൻ അതൃപ്തനാണ് എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അതും ഈ ഒരു രീതി ആരും തന്നെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ ഉന്നയിക്കുന്നത്. യുക്രൈനിൽ റഷ്യക്കെതിരെ അവിടെ പൊരുതാൻ US സഹായം വലിയ രീതിയിൽ നൽകാൻ സാധിച്ചു. നാറ്റോയെ US വളരെയേറെ തന്നെ സഹായിച്ചുവെങ്കിൽ പോലും തിരിച്ചൊന്നും തന്നെ ഇവിടെ കിട്ടുന്നില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയേണ്ടത് സഖ്യകക്ഷികളുടെ ആവശ്യമാണ് എന്നതാണ് ട്രംപ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ഹോർമൂസിലേക്ക് അവിടെ നാവികപ്പടയെ അയക്കണമെന്ന US ആവശ്യം ചൈനയ്ക്ക് പുറമെ തന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതേപോലെ ഇറാൻ വിഷയത്തിൽ നയതന്ത്ര മാർഗമാണ് യൂറോപ്പിനെ അവർ താല്പര്യപ്പെടുന്നത് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം 27 അംഗ യൂറോപ്യൻ യൂണിയൻ വിദേശ മേധാവി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു എന്നതാണ് ട്രംപ് വിശേഷണം നൽകിയത്. മാത്രമല്ല അവർക്കെതിരെ കൂടുതൽ കടുപ്പമേറിയ നടപടികൾ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകിയിരുന്നു. ഫ്ലോറിഡ സന്ദർശനം കഴിഞ്ഞ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയ ശേഷമായിരുന്നു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നത്. അതായത് ഇറാൻ ലോകത്തിലെ നമ്പർ 1 ഭീകരവാദ സ്പോൺസർ, അതായത് ഇത്തരത്തിൽ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നതാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക അതിവേഗം തന്നെ പൂർത്തിയാക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന ആഗോള വ്യാപാര പാതയുടെ സംരക്ഷണത്തിൽ മറ്റു രാജ്യങ്ങൾ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കിയാൽ ആ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടി വരുമെന്നും അത് നമ്മുടെ മടിയന്മാരായ സഖ്യകക്ഷികളെ ഉണർത്താൻ സഹായിക്കുമെന്നും ഇവിടെ പരിഹാസ രൂപേണയാണ് ട്രംപ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഫിനിഷ് ഓഫ് ചെയ്താൽ എന്തുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ എന്ന ട്രംപിന്റെ പരാമർശം ഇപ്പോൾ മധ്യ ഏഷ്യയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.